ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും STK വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എൻ്റെ ഇയറിംഗ് കളക്ഷൻസ് ആണ് കേട്ടോ. നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എൻ്റെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. എനിക്കങ്ങനെ അധികം ഇയറിംഗ് കളക്ഷൻസ് ഒന്നുമില്ല. നമ്മൾ കുറച്ച് നാളുകളായിട്ട് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഇയറിങ്സിൻ്റെ ജസ്റ്റ് കളക്ഷൻസ് കാണിക്കണമെന്നുള്ളൂ. ആദ്യം തന്നെ നമ്മൾ പോകുന്നത് ഒരു ജിമിക്കിയിലോട്ടാണ് കേട്ടോ. ഇത് ഒരുപാട് നാളായിട്ട് എൻ്റെ ഇരിക്കുന്ന ഒരു ജിമിക്കിയാണ്. ഇത് കണ്ടില്ലേ, ഇതൊരു 100 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ജിമിക്കിയായിരുന്നു. ഇങ്ങനത്തെ ഡ്രസ്സിനായാലും ട്രഡീഷണൽ ഡ്രസ്സിനൊക്കെ പോകുന്ന ടൈപ്പ് ഒരു ജിമിക്കിയാണ്. വെറും 100 രൂപ ഇതിനുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോപ്പർ കളർ, വേറെ ബീഡ്സ് ഒന്നുമില്ല, ആ സെയിം കളർ കൊണ്ട് തന്നെ വർക്കൊക്കെ വരുന്ന ഹാങ്ങിങ്സ് വരുന്ന അടിപൊളി ഇയറിങ്സ് ആണ്. ഫങ്ഷൻസിനിടാം, അതുപോലെ ടെമ്പിൾ ലുക്കിന് ഗോൾഡൻ വർക്ക്സ് ഒക്കെ വരുന്ന ഡ്രസ്സിനൊക്കെ ഇട്ട് കൊടുക്കുക, അടിപൊളിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെല്ലോ കളർ കമ്മലാണ്. നമുക്ക് വിഷുവിനൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റിയ അടിപൊളി കമ്മലാണ്. ഇത് വേറെ ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഇത് വിഷുവിനൊക്കെ ഇടാൻ പറ്റിയ അടിപൊളി കമ്മലാണ്. ഇത് ഞാൻ വാങ്ങിച്ചത് നിങ്ങൾ വില അറിഞ്ഞ് ഞെട്ടും. ഞാൻ എവിടെ ചോദിച്ചപ്പോഴായാലും ഇങ്ങനത്തെ കമ്മലിനൊക്കെ ഒരു 100, 150, 200 പക്ഷെ എനിക്കിത് ഭയങ്കര അഫോർഡബിൾ ആയിട്ടാണ് കിട്ടിയത്. വെറും 78 രൂപയ്ക്കായിട്ടാണ് എനിക്ക് ഈ ഷോപ്പിൽ നിന്ന് കിട്ടിയത് കേട്ടോ. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു കമ്മലാണ്. ഇതൊരു വെള്ളി കളർ എന്നൊക്കെ പറയാം, പക്ക ഒരു സിൽവർ കളറാണ്. ഇതൊരു 50 രൂപയുടെ കമ്മലാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഡ്രസ്സിനൊക്കെ നന്നായിട്ട് മാച്ചിങ് ആവും. പിന്നെ 50 രൂപ വരെ ക്വാളിറ്റി ഒക്കെ ഉള്ളതിന് അടിപൊളി ഒരു കമ്മലാണ്. പിന്നെ നമ്മുടെ കയ്യിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുന്തിരിയുടെ ഒക്കെ ഷേപ്പിൽ വരുന്ന ഒരു ഇയറിങ്സ് ഉണ്ട് കേട്ടോ. അടിപൊളി ഇയറിങ്സ് ആണിത്. കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡൊക്കെ വരുന്ന ഹാങ്ങിങ് ആയിട്ടുള്ള ഒരു ഇയറിംഗ് ആണ്. പിന്നെ നമ്മൾ ഗുരുവായൂർ പോയപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന മെറ്റൽ ടൈപ്പ് കമ്മലുണ്ട്. ഇത് അടിപൊളിയാണ് കേട്ടോ, നല്ല കമ്മലാണ്. ഇതൊരു 50 രൂപ എങ്ങാണ്ടായിട്ടുള്ളൂ. നല്ലൊരു കമ്മലാണ്. ഞാൻ ഇങ്ങനെ വെച്ച് കാണിച്ചു തരാം. ഇത് നല്ലൊരു കമ്മലാണ്. അതുപോലെ തന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കമ്മലാണിത്. എൻ്റെ കയ്യിൽ ബ്ലാക്ക് സൽവാർ ഉണ്ട്, ഞാനതങ്ങനെ വെയർ ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഇത് വെറും 50 രൂപ 55 രൂപയായിട്ടങ്ങാണ്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു കമ്മലാണ്. ഇതിങ്ങനെ റിങ് ടൈപ്പായിട്ട് വന്ന് കിടക്കും. ഞാനിങ്ങനെ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതിങ്ങനെ റിങ് ടൈപ്പായിട്ട് കിടക്കുന്ന ഒരു കമ്മലാണ്. ഇത് വെയർ ചെയ്ത് അടിപൊളിയായിരിക്കും. എൻ്റെ കയ്യിലാണെങ്കിൽ ഇങ്ങനെ ഒരു ഡ്രസ്സ് ഉണ്ട്, ഗോൾഡൻ വർക്കൊക്കെയാണ് വരുന്നത്. അതിന് ഞാൻ ഏതിടും എന്നിങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഈ കമ്മലിൻ്റെ കാര്യം ആലോചിച്ച് ഇത് വാങ്ങിച്ചത്. ഇത് അടിപൊളി ഒരു കമ്മലാണ്. പിന്നെ നമ്മൾ ഒരു കമ്മൽ വാങ്ങിച്ച് ഇഷ്ടപ്പെട്ട വേറെ അതിൻ്റെ മോഡലിന് 2 എണ്ണം വേറെയും വാങ്ങിച്ചു. ഇത് 70 രൂപയ്ക്ക് നമ്മളൊരു കമ്മൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നല്ല അടിപൊളി ഒരു കോപ്പർ കളറ്, റോസ് ഗോൾഡ് അങ്ങനത്തെ ഒക്കെ ഒരു ടൈപ്പ് കമ്മലാണ്. നല്ല രസമാണ് കാണാൻ. അതെനിക്ക് ഇഷ്ടപ്പെട്ട് അതിൻ്റെ മോഡൽ തന്നെ 2 എണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് അടിയിൽ സിൽവർ ഒരു റോസ് ബീഡ്സ് വന്നതും, പിന്നെ ഒരു നമ്മുടെ എന്താ പറയുക ഒരു സ്കൈ ബ്ലൂ ബീഡ്സും വന്നിട്ടുള്ളത്. ഇത് രണ്ടും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഫങ്ഷൻ വെയറിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു നല്ല അടിപൊളി കമ്മലാണ്. പിന്നെ നമ്മൾ ചില ഔട്ട്ഫിറ്റ് ഉണ്ടാവും, ഇപ്പോൾ കുറച്ച് വർക്കുള്ളതാണ്, പക്ഷെ എന്നാൽ നമുക്ക് എന്താ പറയുക അങ്ങനെ എടുത്തു പറയാവുന്ന ഗോൾഡൻ വർക്കോ സിൽവർ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ത്രെഡ് വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം അതിന് പക്ഷേ നമുക്ക് എങ്ങനത്തെ ഇയറിങ്സ് വെയർ ചെയ്യണമെന്ന് ഡൗട്ട് ഉണ്ടാവുമായിരിക്കും. അപ്പം നമ്മൾ അതിന് ഇങ്ങനത്തെ ഒരു കമ്മലിട്ട് കഴിഞ്ഞാൽ ഗോൾഡൻ, സിൽവർ, പിന്നെ ഒരു ഓറഞ്ച് കളറും ഒക്കെ വരുന്നൊരു സൈസ് കമ്മലാണ്. ഇതിന് നമുക്ക് ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏത് ഔട്ട്ഫിറ്റിനായാലും മാച്ചിങ് ആയി പൊക്കോളും. കണ്ടില്ലേ, ഇതിനായാൽ പോലും നല്ല ഭംഗിയുണ്ട്. ഇതിടുമ്പോൾ നോക്കൂ, നല്ല ഭംഗിയുണ്ട് അല്ലേ. അപ്പോൾ അടിപൊളി കമ്മലാണിത്. പിന്നെ ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് എടുത്തു വെച്ചൊരു കമ്മലുണ്ട് കേട്ടോ. അതെ, ഞാൻ +1 അങ്ങോട്ട് പഠിക്കുമ്പോൾ വാങ്ങിച്ച 2 കമ്മൽസാണ്. ഈ കമ്മലിന് ഭയങ്കര അഫോർഡബിൾ റേറ്റാണ് കേട്ടോ. 60 രൂപ എങ്ങാണ്ട് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇത് ഒരുപാട് വർഷങ്ങളായി ഞാൻ ഇട്ടിട്ടുള്ളൊരു കമ്മലാണ്, പക്ഷെ ഇതുവരെ നാശമായിട്ടില്ല. പിന്നെ വന്നിട്ട് ഇതാണ് ആ ടൈമിൽ തന്നെ വാങ്ങിച്ചതാണ്. പക്ഷെ ഇത് കുറച്ച് വിലയുണ്ട്, ഒരു 150 അത്രയും കണ്ട് റേറ്റ് വന്നിട്ടുണ്ട്. നല്ലൊരു കമ്മലാണ് കേട്ടോ. ഇത് കുറച്ച്
ലോങ് കുർത്തയ്ക്കും ഇതിനൊക്കെ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ എൻ്റെ കയ്യിലുള്ള കമ്മൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്മൽസാണ്. ഇത് രണ്ടും ഒരുപോലത്തെയാണ് കേട്ടോ. രണ്ടും ഒരുപോലത്തെയാണ്, പക്ഷേ ഇതിൻ്റെ പാറ്റേൺസിന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ക ഒരു സിൽവർ മിറർ വർക്കാണ്. ഇത് വന്നിട്ട് ഒരു പിസ്ത ഗ്രീൻ ടൈപ്പാണ് കേട്ടോ. പിന്നെ നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കളറുണ്ട്. ഇങ്ങനത്തെ രണ്ട് ടൈപ്പ് ഉണ്ട്. രണ്ട് പിങ്ക്. എനിക്ക് പിങ്കും സ്കൈ ബ്ലൂവും ഭയങ്കര ഇഷ്ടമാണ്. അതിൽ കൂടുതലുള്ളത് ആ കളേഴ്സ് തന്നെയാണ്. ഇതിപ്പോൾ അടുത്ത് വാങ്ങിച്ചൊരു കമ്മലാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എനിക്ക് എക്സിബിഷന് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നതാണ്. ഇത് രണ്ടും ഇടുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ, കണ്ടില്ലേ. പിന്നെ നമുക്ക് വന്നിട്ട് കമ്മൽസ് എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നേ എക്സിബിഷന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നൊരു കമ്മലുണ്ടായിരുന്നു. ആ കമ്മൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഈ കമ്മൽ 50 രൂപയ്ക്കുള്ള കമ്മലാണ്. ഇത് അടിപൊളി കമ്മലാണ് കേട്ടോ. ഇതിങ്ങനെ അത്യാവശ്യം കുർത്തയ്ക്കും ഒക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു കമ്മലാണ്. പിന്നെ നമ്മൾ ആറാട്ടുപുഴ പൂരത്തിനാണ് ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കമ്മലാണ്. 60 രൂപയ്ക്കാണ് ഇവിടെ വാങ്ങിച്ച കമ്മലാണ്. പിന്നെ നമ്മുടെ കയ്യിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ആഷ് കളർ കമ്മലുണ്ട്. ഇത് അത്യാവശ്യം നല്ല രീതിക്ക് വെയർ ചെയ്യാൻ പറ്റുന്നൊരു കമ്മലാണ്. നല്ല രസമുണ്ടല്ലോ കാണാനായിട്ട്. പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് ഫങ്ഷൻ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു കമ്മലുണ്ട്. രണ്ടിലും ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഇത് വലുതുമാണ്, പക്ഷെ അത്യാവശ്യം നല്ല ഭംഗിയാണ്. അത്യാവശ്യം സെറ്റ് സാരിയിലൊക്കെ കൂടെ പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കമ്മലാണ് കേട്ടോ ഇത്. അങ്ങനെ പിന്നെ 1-2 ഇങ്ങനത്തെ ചെറിയ ചെറിയ കമ്മൽസും കാര്യങ്ങളൊക്കെയാണ്. ഇങ്ങനത്തെ കമ്മൽസൊക്കെയാണ്. അപ്പോൾ പിന്നെ ഇതിന് വലിയൊരു കൊട്ടഞ്ഞാത്തി എന്ന് പറയാനായിട്ട് ഇതിങ്ങനെ വെയർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള കമ്മലാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ കമ്മൽ കളക്ഷൻ. ഇനിയിപ്പോൾ ഇതിൽ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സ്റ്റഡിൻ്റെ കളക്ഷൻ്റെ വീഡിയോസിൽ കാണിക്കാം കേട്ടോ. അടുത്തത് ഞാനൊരു സ്റ്റഡിൻ്റെ ഒരു കളക്ഷൻ്റെ വീഡിയോ ഞാൻ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. അത് ഇത്രയും നീണ്ടൊരു വീഡിയോ ആയിരിക്കില്ല, ജസ്റ്റ് ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇടാൻ ശ്രമിക്കാം. പിന്നെ നമ്മൾ അതിനേക്കാട്ടിലൊക്കെ ഉപരി എനിക്ക് പറയാനുള്ളത് ഈ ഒരു ബോക്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഈ ബോക്സ് അടിപൊളി ബോക്സാണ്. ഒരു 150 രൂപയ്ക്ക് വെർത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഞാൻ മീഷോന്നാണ് ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. കണ്ടില്ലേ, നമുക്ക് ഇയറിങ്സ് ഒക്കെ ഇട്ട് വയ്ക്കാൻ നല്ല അടിപൊളിയാണ്. ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ ഒരു സംഭവമുണ്ട്, നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് ഇങ്ങനെ പെയറായിട്ട് തിരിച്ച് വയ്ക്കുക കേട്ടോ. ഇടയിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാനിവിടെ നിർത്തുകയാണ്. എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.